ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ആനയോട്ടത്തിൽ ഗോപി കണ്ണൻ ജേതാവായി. ദേവദാസ്, രവികൃഷ്ണൻ, ഗോപി കണ്ണൻ എന്നീ ആനകളായിരുന്നു ആനയോട്ടത്തിൽ പങ്കെടുത്തത്. ആനയോട്ടത്തിന്റെ ഭാഗമായി സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമായിരുന്നു. 10 ആനകളെ അണിനിരത്തിയ ആനയോട്ട ചടങ്ങിൽ 3 ആനകളെയാണ് ഓടാൻ നിയോഗിച്ചിരുന്നത്. ക്ഷേത്രത്തിൽ നാഴികമണി 3 അടിച്ചതോടെ ആനകൾ കണിയിക്കാനുള്ള മണികളുമായി പാപ്പാന്മാർ മഞ്ജുളാൽ പരിസരത്ത് ഓടാൻ തയ്യാറായി നിർത്തിയ ആനകളുടെ അടുത്തേക്ക് ഓടി. മണികൾ ആനകൾ കണിയിച്ച ശേഷം മാരാർ ശംഖുമുഴക്കിയതോടെ ആനകൾ ക്ഷേത്രം ലക്ഷ്യമാക്കിയുള്ള ഓട്ടം ആരംഭിച്ചു. ക്ഷേത്ര ഗോപുരത്തിലേക്ക് ആദ്യം ഓടിയെത്തിയത് ഗോപി കണ്ണനായിരുന്നു. ഒൻപതാം തവണയാണ് ഗോപി കണ്ണൻ ഒന്നാമതെത്തുന്നത്. ആവേശക്കുതിപ്പിൽ കിഴക്കേ ഗോപുരം കടന്ന് ക്ഷേത്രത്തിൽ പ്രവേശിച്ച ഗോപി കണ്ണൻ ആചാരപ്രകാരമുള്ള 7 പ്രദക്ഷിണം വെച്ച് ഗുരുവായൂരപ്പനെ വണങ്ങി ചടങ്ങ് പൂർത്തിയാക്കി. ഇപ്രാവശ്യം ആനയോട്ടത്തിനായി സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാക്കിയിരുന്നുവെന്ന് ദേവസ്വം ഭാരവാഹികൾ പറഞ്ഞു. നമ്മൾ 10 ആനകളെയാണ് സെലക്ട് ചെയ്തത്. അതിൽ കുറിയിട്ടപ്പം അങ്ങനെ 3 ആക്കി ചുരുക്കിയതാണ്. മാത്രമല്ല കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ചൂട് ഇത്തവണയുണ്ട്. അപ്പം ചൂട് നമുക്ക് ഒത്തിരി താങ്ങാൻ ആനയ്ക്ക് കഴിയത്തില്ല. അപ്പോൾ അതിന് നമ്മളൊരു പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ ആനകളുടെ എണ്ണം കുറച്ച്. കാര്യം ചൂട് കൂടുമ്പോൾ ഒന്ന് മറ്റൊന്നിൻ്റെ മുകളിലേക്ക് ചിലപ്പോൾ കുത്തിക്കയറുകയോ എല്ലാം ചെയ്താൽ അപകടങ്ങളുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഈ വരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് അത് ദോഷമായി വരും. അതുകൂടി പരിഗണിച്ചാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. എല്ലാം ക്രമീകരണങ്ങളും സുസജ്ജമാണ്. എല്ലാം നിരവധി ഭക്തജനങ്ങളാണ് വിവിധ ദേശങ്ങളിൽ നിന്നും ആനയോട്ടം കാണാനായി ഒഴുകിയെത്തിയത്. ഇല്ല, ഇതുവരെ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് വന്നെയാണ്. ഇന്ന് രാവിലെ എത്തിയ നല്ല അനുഭവം തന്നെ. ആദ്യമായിട്ട് കണ്ടതുകൊണ്ട് നല്ല അനുഭവം. ഇത്രയും ആളെ ഒന്നിച്ച് കാണുക, ആനയുടെ ഓട്ടം കാണുക. ആനേനെ ഇങ്ങനെ കാണുന്ന അനുഭവമല്ലേ ഉള്ളൂ. അപ്പോൾ ഓട്ടം കാണുമെന്ന് അറിയാൻ ഒരു പ്രത്യേകതയല്ലേ. രാവിലെ ആനയില്ലാ ശീവേലി കഴിഞ്ഞ ശേഷം കൊടിയേറ്റിന് മുൻപായാണ് ആനയോട്ടം നടന്നത്. ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ഇന്നു മുതൽ ആരംഭിക്കുന്ന ശ്രീഭൂതബലി എഴുന്നള്ളിപ്പിന് ഇനി മുതൽ ഗോപി കണ്ണനാണ് ഭഗവാന്റെ തങ്കത്തിടം പേറ്റുക. ജനം, തൃശൂർ.